ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മാച്ചിൽ ഇന്ത്യയ്ക്ക് അനായാസ ജയം. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. ടോസ് നേടി ബൗളിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു ഇന്ത്യൻ ബൗളർമാരുടെ പ്രകടനം. ആദ്യ ഓവറിൽ തന്നെ ഫിൽ സാൾട്ടിനെ സഞ്ജു സാംസന്റെ കൈകളിലെത്തിച്ച് ഹർഷദീപ് സിംഗ് ഇന്ത്യക്ക് മേൽക്കൈ നേടിക്കൊടുത്തു. തുടർന്ന് ക്രീസിലെത്തിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ പതിവ് ശൈലിയിൽ രണ്ടാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യയെ 2 ബൗണ്ടറികൾ അടിച്ച് സ്കോർ ബോർഡ് ചലിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സ്കോർ ബോർഡ് 17-ൽ നിൽക്കെ മൂന്നാം ഓവറിൽ 5-ാം പന്തിൽ ഹർഷദീപ് സിംഗ് ബെൻ ഡക്കറ്റിനെ റിങ്കു സിംഗിന്റെ കൈകളിലെത്തിച്ച് ഇന്ത്യക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകി. 4-ാം ഓവർ എറിയാനെത്തിയ ഹാർദിക് പാണ്ഡ്യയെ 4 ബൗണ്ടറികൾ അടിച്ച് ജോസ് ബട്ട്ലർ ഹാരി ബ്രൂക്കിനെ കൂട്ടുപിടിച്ച് സ്കോറിംഗിന് വേഗം കൂട്ടി. എന്നാൽ സ്കോർ 65-ൽ നിൽക്കെ 8-ാം ഓവറിൽ 3-ാം ബോളിൽ ഹാരി ബ്രൂക്കിനെയും 5-ാം ബോളിൽ ലിവിങ്സ്റ്റണെയും പുറത്താക്കി വരുൺ ചക്രവർത്തി ഇംഗ്ലണ്ടിനെ ഇരട്ട പ്രഹരമേൽപ്പിച്ചു. ഒരറ്റത്തെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും തന്റെ 26-ാം അർദ്ധശതകം തികച്ച് മുന്നേറിയ ജോസ് ബട്ട്ലറെ വരുൺ ചക്രവർത്തിയുടെ ബൗളിംഗിൽ അതിമനോഹരമായ ഒരു ക്യാച്ചിലൂടെ നിതീഷ് റെഡ്ഡി പുറത്താക്കുകയായിരുന്നു. ഒടുവിൽ 20-ാം ഓവറിലെ അവസാന ബോളിൽ മാർക്ക് വുഡിനെ സഞ്ജു സാംസൺ റണ്ണൌട്ടാക്കുമ്പോൾ ഇംഗ്ലണ്ട് സ്കോർ ബോർഡിൽ 132 റൺസ് മാത്രം. 133 റൺസിന്റെ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണുമാണ് ഓപ്പൺ ചെയ്തത്. ജോഫ്ര ആർച്ചറുടെ ആദ്യ ഓവറിലെ അവസാന പന്തിൽ ഒരു സിംഗിൾ മാത്രം നേടിയ സഞ്ജു സാംസൺ അറ്റ്കിൻസൺ എറിഞ്ഞ 2-ാം ഓവറിൽ 4 ഫോറും 1 സിക്സും സഹിതം 22 റൺസ് അടിച്ച് ഇന്ത്യൻ വെടിക്കെട്ടിന് തിരികൊളുത്തി. നേരത്തെ കീപ്പിംഗിൽ ഒരു റണ്ണൌട്ട്, ഒരു സ്റ്റംപിംഗ്, ഒരു ക്യാച്ചും എടുത്ത സഞ്ജു സാംസൺ 20 ബോളിൽ 26 റൺസ് എടുത്ത് മടങ്ങുമ്പോൾ അത് വിമർശകർക്കുള്ളൊരു മറുപടി കൂടിയായിരുന്നു. ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് റൺസൊന്നും എടുക്കാതെ മടങ്ങിയെങ്കിലും അഭിഷേക് ശർമ്മ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തുടർന്നു. അതിനിടയിൽ 29 റൺസുമായി ബാറ്റ് ചെയ്തിരുന്ന അഭിഷേക് ശർമ്മയുടെ റിട്ടേൺ ക്യാച്ച് നഷ്ടപ്പെടുത്തിയ ആദിൽ റാഷിദിന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. ശേഷം 20 ബോളിൽ അർദ്ധശതകം തികച്ച അഭിഷേക് ശർമ്മ 34 ബോളിൽ 79 റൺസ് എടുത്താണ് മടങ്ങിയത്. ഒടുവിൽ 12.5 ഓവറിൽ ഇന്ത്യ വിജയലക്ഷ്യത്തിലെത്തുമ്പോൾ 16 ബോളിൽ 19 റൺസുമായി തിലക് വർമ്മയും 4 ബോളിൽ 3 റൺസുമായി ഹാർദിക് പാണ്ഡ്യയുമായിരുന്നു ക്രീസിൽ. 4 ഓവറിൽ വെറും 23 റൺസ് മാത്രം വിട്ടുകൊടുത്ത് ജോസ് ബട്ട്ലർ, ഹാരി ബ്രൂക്ക്, ലിവിങ്സ്റ്റൺ എന്നീ പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തിയ വരുൺ ചക്രവർത്തിയാണ് മാൻ ഓഫ് ദി മാച്ച്. ഈ ജയത്തോടെ 5 മാച്ചുകൾ അടങ്ങിയ IDFC ഫസ്റ്റ് ബാങ്ക് T20I സീരീസിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. രണ്ടാം T20I ജനുവരി 25-ന് ചെന്നൈയിൽ വെച്ച് നടക്കും.